എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട അക്കൗണ്ടൻസിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് എങ്ങനെ എഴുതാമെന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കണമെങ്കിലും അതിൻ്റെയൊക്കെ ബേസ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജേണൽ എൻട്രീസ്. അപ്പോൾ എങ്ങനെ ജേണൽ എൻട്രീസ് എഴുതണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല. ജേണൽ എൻട്രി കൃത്യമായിട്ട് എഴുതാൻ അറിയാവുന്നൊരു കുട്ടിക്ക് തീർച്ചയായിട്ടും അക്കൗണ്ടിങ്ങിൽ മാസ്റ്റർ ആകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളെ അക്കൗണ്ടൻസിയിൽ മാസ്റ്റർ ആകാൻ വേണ്ടി സഹായിക്കുന്ന കൊമേഴ്സ് പഠനത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നേറാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന അതിൻ്റെ ബേസ് ലെവലായിട്ടുള്ള ജേണൽ എൻട്രീസ് എങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കി പഠിച്ചെടുക്കാമെന്നുള്ളതാണ്. ജസ്റ്റ് മനഃപ്പാടമാക്കുക എന്നുള്ളതല്ല, കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബേസ് മനസ്സിലാക്കിയിട്ട് എങ്ങനെ നന്നായിട്ട് പഠിച്ചെടുക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. കൂടുതൽ ക്ലാസ്സുകൾക്ക്, അതായത് നിങ്ങൾക്ക് ജേണൽ എൻട്രീസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളായിക്കോട്ടെ, അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻട്രൊഡക്ടറി ക്ലാസ്സുകളായിക്കോട്ടെ, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി പഠിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും കൂടിക്കൊള്ളുക. നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾക്കറിയാമോ, അക്കൗണ്ടിങ്ങിൽ നമുക്ക് ജേണൽ എൻട്രീസ് കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി എഴുതണമെങ്കിൽ നമ്മൾ കുറച്ച് റൂൾസ് പഠിച്ചിരിക്കണം. അതിന് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച് പ്രകാരമുള്ള റൂൾസ് എന്ന് നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ ഈ റൂളാണ് ഒരു പിക്ചർ രൂപത്തിൽ നിങ്ങളുടെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അക്കൗണ്ടൻസിയിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, നമുക്ക് 5 ടൈപ്പ് അക്കൗണ്ടുകളുണ്ട്. അതായത് ഈ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടുകൾ, അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്? അസറ്റാണ് അല്ലേ? അസറ്റാണ് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ ലൈബിലിറ്റി, 3 ക്യാപിറ്റൽ, 4 എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ്, എക്സ്പെൻസും ലോസും, പിന്നെ ഇൻകം അല്ലെങ്കിൽ റവന്യൂ അല്ലേ? അപ്പോൾ ഇങ്ങനെ 5 രീതിയിലാണ് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അസറ്റ് എന്താണ്, ലൈബിലിറ്റി എന്താണ്, ക്യാപിറ്റൽ എന്താണ്, എക്സ്പെൻസ് എന്താണ്, ഇൻകം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രമേ ഇത് ഓരോന്നും നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യണമോ ക്രെഡിറ്റ് ചെയ്യണോ, ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്യണമോ ക്രെഡിറ്റ് ചെയ്യണമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന 2 അക്കൗണ്ടുകൾ നമ്മൾ ആദ്യം തിരിച്ചറിയണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ആ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടുകൾ അത് അസറ്റാണോ, ലൈബിലിറ്റി ആണോ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ഏതൊക്കെയാണ് അസറ്റുകളെന്ന് മനസ്സിലാക്കിയിരിക്കണം അല്ലേ? ഏതൊക്കെയാണ് ലൈബിലിറ്റീസ് എന്ന് അറിഞ്ഞിരിക്കണം, എന്താണ് ക്യാപിറ്റൽ എന്ന് അറിഞ്ഞിരിക്കണം, പിന്നെ ഏതൊക്കെയാണ് എക്സ്പെൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഐറ്റംസ് എന്ന് അറിഞ്ഞിരിക്കണം, ഏതൊക്കെയാണ് ഇൻകം എന്നറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻ വായിച്ചു നോക്കുമ്പോൾ ഈ പർട്ടിക്കുലർ അസറ്റ് ആണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യണോ, അതായത് കൂടുകയാണോ കുറയുകയാണോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എന്തായി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാനും ക്രെഡിറ്റ് ചെയ്യാനും സാധിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന അസറ്റും ലൈബിലിറ്റിയും ക്യാപിറ്റലും എക്സ്പെൻസും ഇൻകം എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഈ റൂൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ടത്, അതായത് എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചിരിക്കാം എന്നുള്ളത് നമുക്കത് അതിനൊരു ട്രിക്കുണ്ട്, അത് മനസ്സിലാക്കി വയ്ക്കാം. പിന്നീട് നമുക്കൊരു 6-7 ട്രാൻസാക്ഷൻസ് ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ജേണൽ എൻട്രികളായിട്ട് രൂപം കൊടുക്കാം എന്നുള്ളതും പഠിച്ചിരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറേ അസറ്റ്സ് നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അപ്പോൾ അസറ്റ് എന്താണ്, ലൈബിലിറ്റി എന്താണ് തുടങ്ങിയൊക്കെ നമ്മൾ ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ക്ലാസ്സിൻ്റെയൊക്കെ പിന്നോട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഞാനത് അതിൻ്റെ ലിങ്കിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ആണ് ഒരു അസറ്റ് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ക്യാഷ് ഒരു അസറ്റാണ്. ദെൻ ബാങ്കിലുള്ള ക്യാഷ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു അസറ്റാണ്. ദെൻ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അത് മറ്റൊരു അസറ്റാണ്. ബിൽസ് റിസീവബിൾ, സൺഡ്രി ഡെപ്റ്റേഴ്സ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഗുഡ് വിൽ, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലോങ് ടൈം ലോൺസ്, അങ്ങനെ കുറേ അസറ്റുകളുണ്ട്. അത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്രയും അസറ്റുകൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ ഓർത്തിരിക്കുക. ഇത് നമുക്ക് ട്രാൻസാക്ഷൻസിൽ ഏതെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫർണിച്ചർ പർച്ചേസ് എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ സൺഡ്രി ഡെപ്റ്റേഴ്സ് ഉണ്ടാകുന്ന സാഹചര്യം വരാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് സോൾഡ് എന്ന് പറയാം, വിറ്റു എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തു ക്യാഷ് കൊടുത്തെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അസറ്റുകളെല്ലാം ആ ഒരു ട്രാൻസാക്ഷനിൽ കയറി വന്നേക്കാം. അപ്പോൾ അത് അസറ്റാണ്, ഓരോ ഐറ്റവും ഈ പറഞ്ഞിരിക്കുന്ന അതെല്ലാം അസറ്റാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ ലൈബിലിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ലൈബിലിറ്റീസ് എന്ന് പറയുമ്പോൾ അത് ബിൽസ് പേയബിൾ വരാം, സൺഡ്രി ക്രെഡിറ്റേഴ്സ് വരാം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരാം, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലോൺസ് വരാം,
അല്ലെങ്കിൽ ലോൺസ്, ലോങ് ടൈം ലോൺസ് വരാം അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇതൊക്കെ ലൈബിലിറ്റീസ് ആണ്. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ക്യാപിറ്റൽ. നമുക്കറിയാം 5 അക്കൗണ്ടുകളായിട്ട് തിരിക്കുമ്പോൾ അതിലൊരെണ്ണം ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി ആണ് അല്ലേ. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് മുടക്കുന്ന തുകയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മൂലധനമാണ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മറ്റൊരു അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ അക്കൗണ്ടുകൾ പഠിച്ചു? അസറ്റ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു, ലൈബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു, ക്യാപിറ്റൽ ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ അസറ്റിൽ തന്നെ ഓരോന്നും ഐറ്റവും എന്താണെന്നുള്ളത് നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻസ് വരുമ്പോൾ ഞാനത് കൂടുതലായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ലിസ്റ്റ് ഓഫ് എക്സ്പെൻസസ് ആണ്. അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ ചെലവുകൾ ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ 4ാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അതിൽ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഇൻവേർഡ് വരാം, വേജസ് വരാം, ഒക്ട്രോയ് വരാം. അപ്പോൾ തന്നെ വെറുതെ ക്യാരേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയാം. കസ്റ്റംസ് ഡ്യൂട്ടി, ഫാക്ടറി എക്സ്പെൻസ്, ഫാക്ടറി റെൻറ്റ് പെയ്ഡ്, സാലറീസ് കൊടുത്തത് അല്ലെ, ഓഫീസ് റെൻറ്റ് പെയ്ഡ്, ഡിസ്കൗണ്ട് അലൗഡ്, അല്ലെങ്കിൽ കമ്മീഷൻ അലൗഡ് അല്ലെങ്കിൽ പെയ്ഡ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? എക്സ്പെൻസുകളാണ്. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇതും എക്സ്പെൻസ് ആണ് കേട്ടോ. ഇൻഷുറൻസ് പെയ്ഡ്, ബാങ്ക് ചാർജസ്, ലീഗൽ ചാർജസ്, റിപ്പയേഴ്സ്, അഡ്വർടൈസിങ്, ട്രേഡ് എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്, ബാർ ഡെപ്സ്, ട്രാവലിംഗ് എക്സ്പെൻസ്, സ്റ്റേഷനറി, ടെലിഫോൺ ബിൽ അല്ലേ. അപ്പോൾ ഇത്രയും എന്താണ്? ഇതെല്ലാം എക്സ്പെൻസുകളാണ്. അപ്പോൾ എക്സ്പെൻസിൻ്റെ ധാരാളം എക്സാമ്പിളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അസറ്റും ലൈബിലിറ്റിയും എക്സ്പെൻസും ഇൻകവും ഇതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് എഴുതി വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. ഇത് ജേണലിൽ എഴുതാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്ററോട് വരുന്നുണ്ട്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് അല്ലേ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഫൈനൽ അക്കൗണ്ട്സിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അല്ലേ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ വരയ്ക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അക്കൗണ്ടൻസിയുടെ ബേസിക് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാരണവശാലും ഇത് പഠിച്ചിരിക്കാതെ പോകരുത്. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ലിസ്റ്റ് ഓഫ് ഇൻകംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻകം ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം സെയിൽസ് ആണ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്. ഇതൊക്കെ ഇൻകത്തിനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ജേണൽ എൻട്രീസ് എഴുതുക എന്നുള്ളത് നോക്കാം. നമുക്കൊരു 1ാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. അതായത് 2026 ഓഗസ്റ്റ് 1 കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1,80,000 1,80,000 രൂപ മുടക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കമൻസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? സ്റ്റാർട്ടഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഓർത്തിരിക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വരുന്നത് അത് ഇംഗ്ലീഷിലുള്ള വാക്കുകളായിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ +1 ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളത്തിലും അത് അതിൻ്റെ ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും കൃത്യമായിട്ട് ഈ ഒരു ഇംഗ്ലീഷ് ടേംസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കമൻസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1,80,000 രൂപ ക്യാഷായിട്ട് കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പം അതിൻ്റെ ജേണൽ എൻട്രി നമുക്ക് എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മുടെ റൂളുകൾ, നമ്മൾ പഠിച്ചിരിക്കുന്ന റൂളുകളൊന്ന് ജസ്റ്റ് നോക്കാം. അതായത് അക്കൗണ്ടിങ് റൂളുകൾ നമുക്ക് ഓരോ അക്കൗണ്ട് ടൈപ്പിനും 5 അക്കൗണ്ട് ടൈപ്പുകളാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു 5 അക്കൗണ്ട് ടൈപ്പുകൾക്ക് നമുക്ക് എന്താണ്, അതിന് ഓരോന്നിനും ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോഴും അതിൻ്റെ വ്യത്യസ്ത റൂളുകളാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അസറ്റാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ നമ്മൾ ചെയ്യേണ്ടത് ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അസറ്റ് കൂടുകയാണെങ്കിൽ, ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, കൂടുകയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, അസറ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യുക, എങ്ങനെയാണ് ക്രെഡിറ്റ് ചെയ്യുക, അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മൾ ഉടൻ തന്നെ ജേണൽ എൻട്രീസ് എഴുതുമ്പോൾ എവിടെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എവിടെ എഴുതുമ്പോഴാണ് ക്രെഡിറ്റ് ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നോക്കാം. ലൈബിലിറ്റി ആണെങ്കിൽ അത് ഡിക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. നോക്കുക, ലൈബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിന് ഡെബിറ്റ് ചെയ്യണം. ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതിനെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ. ഇനി ക്യാപിറ്റൽ ആണെങ്കിലോ, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസ് ആണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് കൊടുക്കേണ്ടത്. ഇൻകം ആണെങ്കിൽ അത് ഡിക്രീസ് ചെയ്യുമ്പോൾ, കുറയുമ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അത് കൂടുമ്പോൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഓർത്തിരിക്കുക. നമുക്ക് ഇതിനെ പൊതുവായിട്ട്, അതായത് 3 എണ്ണത്തിന് നമുക്ക് പൊതുവായിട്ടുള്ള റൂളുകളാണ് വരുന്നത് അല്ലേ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ലൈബിലിറ്റീസും ഒപ്പം തന്നെ ക്യാപിറ്റലിനും അതുകൂടാതെ നമുക്ക് ഇൻകത്തിനും എന്താണ്, ഒരേ റൂളാണല്ലേ. അതായത് ലൈബിലിറ്റി ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും ഇൻകം ആണെങ്കിലും ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ. നോക്കിയേ, ലൈബിലിറ്റിയും ക്യാപിറ്റലും ഇൻകവും അല്ലേ, ഇത് 3 നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പോൾ, കുറയുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം, കൂടുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇനി ബാക്കിയുള്ളത് എന്താണ്, ബാക്കിയുള്ളത്
അസറ്റും ഒപ്പം തന്നെ എക്സ്പെൻസും അല്ലേ, അതിൻ്റെ റോള് നേരെ ഓപ്പോസിറ്റാണ്. അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ തരം തിരിച്ച് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ലൈബിലിറ്റിയും ക്യാപിറ്റലും ഇൻകം റവന്യൂ ഇത് മൂന്നും നമ്മൾ കുറയുമ്പോഴാണ് ഡെബിറ്റ് ചെയ്യുന്നത്, അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. മറ്റേ അസറ്റും എക്സ്പെൻസും നമ്മൾ എന്താണ്, അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജേണൽ എൻട്രി എങ്ങനെയാണ്, ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ജേണൽ എൻട്രിയുടെ ഒരു ഫോർമാറ്റ് വരയ്ക്കണം. ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ഡേറ്റ് എഴുതാനുള്ള കോളമാണ്. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് പർട്ടിക്കുലേഴ്സ്, അതിൽ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും എഴുതേണ്ടത് ഇവിടെയാണ്. കൂടാതെ ജേണൽ ഫോളി എന്ന് പറഞ്ഞുകൊണ്ട് JF കോളം, ഒരു ചെറിയ കോളം കൊടുത്തേക്കുക. സാധാരണഗതിയിൽ അതിനകത്തൊന്നും എഴുതാറില്ല. പിന്നീട് നമ്മൾ ഒരു ഡെബിറ്റ് എമൗണ്ട് കോളവും ഒരു ക്രെഡിറ്റ് എമൗണ്ട് കോളവും. ഈ ആദ്യത്തെ കോളമാണ് ഡെബിറ്റ് എമൗണ്ട് കോളം, രണ്ടാമത്തത് ക്രെഡിറ്റ് എമൗണ്ട് കോളമാണ് കേട്ടോ. ക്രെഡിറ്റ് എമൗണ്ട് എഴുതുന്ന കോളമാണ്. രണ്ടിലും എമൗണ്ട് ഒരു എമൗണ്ട് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ കണ്ടു. ഇതിനകത്ത് നോക്കുക, കമൻഫഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 അക്കൗണ്ടുകളാണ് വരുന്നത്. ക്യാഷ് കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് കമൻഫഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ കിട്ടി എന്നുള്ളതാണ്. ക്യാപിറ്റലാണ് അവിടെ കൊണ്ടുവരുന്നത്. ഇനി ക്യാഷ് ആയിട്ടാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ബന്ധപ്പെട്ട 2 അക്കൗണ്ടുകൾ നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷായിട്ട് കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് കൂടുന്നു, ബിസിനസ്സിലേക്ക് ക്യാഷ് കൂടിയല്ലേ, 1,80,000 രൂപ ക്യാഷ് ബിസിനസ്സിൽ കിട്ടിയല്ലേ. അത് എന്തായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, ക്യാപിറ്റലായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ക്യാപിറ്റലായിട്ടാണ് ആ ക്യാഷ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അസറ്റ്, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും, ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഐറ്റം അല്ലേ, ആ ഒരു അക്കൗണ്ട് അതും ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ഏതാണ്, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റാണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഡേറ്റ് എഴുതുക 1/8/2026 ഡേറ്റ് പോളിസി കൊടുത്തിട്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, അതായത് ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് കൊണ്ടുവരുന്നു, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ, ആദ്യത്തെ എമൗണ്ട് കോളത്തിൽ എമൗണ്ട് കാണിക്കുക. എന്തുകൊണ്ടാണ്, നമ്മൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഡെബിറ്റ് ചെയ്യുന്നത് കേട്ടോ. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണം അല്ലേ. ക്യാപിറ്റലും ഇവിടെ ഇൻക്രീസ് ചെയ്യണം. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ടു ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് DR നമ്മൾ നീക്കി എഴുതുക. ദെൻ ക്യാപിറ്റൽ എന്നുള്ളത് എഴുതുമ്പോൾ ഒരു എത്ര സ്പേസ് വേണം കേട്ടോ, ഒരു കുറച്ച് സ്പേസ് ഇട്ടിട്ട് മാറ്റി ഇങ്ങനെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അതിൻ്റെ എമൗണ്ട് കോളം, അതിൻ്റെ എമൗണ്ട് എവിടെ എഴുതണം, അതിൻ്റെ എമൗണ്ട് 1,80,000 എന്ന് പറഞ്ഞ് നമ്മളിവിടെ ക്രെഡിറ്റ് കോളത്തിൽ എഴുതണം അല്ലേ. അത് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 1,80,000 അതിനെ ക്രെഡിറ്റ് ചെയ്തു. നറേഷൻ, ഇതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഐറ്റത്തിനാണ് നറേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ വിശദീകരണമാണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, നറേഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ ഈ തന്നിരിക്കുന്ന ദിവസത്തിന് അതേപടി ഇങ്ങോട്ട് എഴുതി വെച്ചാൽ, ഡേറ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് അതേപടി എഴുതി വെച്ച് കഴിഞ്ഞാലും അത് ഓക്കെ ആവും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്കിനി അടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കാം. നോക്കുക, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ ക്യാഷ് കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചു എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ പർച്ചേസ്ഡ് ബോട്ട്, BOUGHT ബോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചു എന്നുള്ളതാണ് അർത്ഥം. ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന ഗുഡ്സ് ആണ്. അത് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 2 അക്കൗണ്ടുകൾ നമുക്ക് മനസ്സിലാവും. ഒന്ന് പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും. ഗുഡ്സ് എപ്പോഴും വാങ്ങിക്കുമ്പോഴും പർച്ചേസ് അക്കൗണ്ടിനാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഗുഡ്സ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറില്ല. പർച്ചേസ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണെന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു അല്ലേ. ഇനി ക്യാഷ് കൊടുത്താണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ആ ഒരു അസറ്റ്, ക്യാഷ് ഒരു അസറ്റാണ്, അത് നമ്മുടെ കയ്യിൽ നിന്ന് കുറയുന്നു അല്ലേ. അപ്പോൾ ക്യാഷ് കുറയുന്നു. അപ്പോൾ നമുക്ക് റൂൾ നോക്കാം. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടുന്നു. എക്സ്പെൻസിൻ്റെ റൂൾ എന്താണ്, ഇതാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം നമ്മൾക്ക് എന്ത് സംഭവിക്കും, എക്സ്പെൻസ് കൂടുകയാണ് അല്ലേ, നമ്മുടെ ചിലവ് കൂടുകയാണ്. അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡെബിറ്റ് ചെയ്യണം. അതിനെ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ്, ക്യാഷ് ഇതാണ് ആ ക്യാഷ് അല്ലേ, ക്യാഷ് അസറ്റ് നമുക്ക് എന്ത് സംഭവിക്കുന്നു, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്, ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ക്രെഡിറ്റും ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി നോക്കാം. ജേണൽ എൻട്രിയിൽ ഡേറ്റ് കൊടുക്കുക 4/8/2026 ആണല്ലേ. നമുക്ക് പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ്, പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു.
അതുകൊണ്ട് നമ്മൾ 15,000 രൂപയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ. അതിൻ്റെ എമൗണ്ട് 15,000 ആണ്, അത് ഡെബിറ്റ് എമൗണ്ട് കൊടുത്തിട്ട് എഴുതി. ഇനി ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കുറയുകയാണ് അല്ലേ. ക്യാഷ് ഒരു അസറ്റ് ആണ്. അപ്പോൾ ക്യാഷ് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളതിന് 15,000 നമ്മൾ എഴുതുന്നു കേട്ടോ. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു എക്സ്പെൻസ് ഇൻക്രീസ്, അസറ്റ് ഡിക്രീസും തുടങ്ങിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ജേണൽ എൻട്രിയിൽ എഴുതുമ്പോൾ എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ജേണൽ എൻട്രി നോക്കാം. നമുക്ക് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ 16,000 നമ്മൾ ഓഗസ്റ്റ് 8 നടത്തിയ മറ്റൊരു ട്രാൻസാക്ഷനാണ്, ബിസിനസ് ഇടപാടാണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ 16,000. ഫർണിച്ചർ നമ്മൾ 16,000 രൂപ കൊടുത്ത് വാങ്ങിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വരികയാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതുമായിരുന്നു, പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ എഴുതുമായിരുന്നു, പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുമായിരുന്നു. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾ പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യേണ്ടത്. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞ് മറ്റേതെങ്കിലും ഒരു അസറ്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പർച്ചേസ്ഡ് ഫർണിച്ചർ, പർച്ചേസ്ഡ് ബിൽഡിങ്, പർച്ചേസ്ഡ് ലാൻഡ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് അസറ്റാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ അസറ്റിന് തന്നെ ഡെബിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് കേട്ടാൽ ഉടൻ തന്നെ പോയി പർച്ചേസിൽ ഡെബിറ്റ് ചെയ്യുക. അത് കുട്ടികൾ റിപ്പീറ്റഡ് ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. അത് ഇപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കുക. നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ്ഡ് ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാൻഡിനെ ഡെബിറ്റ് ചെയ്യണം. അതൊക്കെ അസറ്റുകളാണ് അല്ലേ. ആ പർട്ടിക്കുലർ അസറ്റ് ഇൻക്രീസ് ചെയ്യണം, നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റാണ്, ഫർണിച്ചറെ നമുക്ക് എന്തെങ്കിലും ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ. എന്തുകൊണ്ടാണ് ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തത്, ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, അതിനെ ഡെബിറ്റ് ചെയ്തിരിക്കണം അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. എമൗണ്ട് കോളത്തിൽ 16,000 കൊടുക്കുന്നു. ഇനി നമ്മൾ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹16,000 എന്നാണ് പറയുന്നത് അല്ലേ. 16,000 രൂപ കൊടുത്തു, അതായത് ക്യാഷ്, പ്രത്യേകിച്ച് ക്യാഷ് എന്ന് അവിടെ നിന്ന് എടുത്ത് പറഞ്ഞില്ലെങ്കിലും 16,000 രൂപയാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ ക്യാഷാണ് മറ്റൊരു എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കുറയുകയാണ് അല്ലേ. അപ്പോൾ അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അസറ്റ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു അല്ലേ. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്ന് നമ്മൾ നറേഷൻ എഴുതുകയും ചെയ്യുക. ഇനി അടുത്ത ട്രാൻസാക്ഷൻ, സോൾഡ് ഗുഡ്സ് ഫോർ 14,000 നമ്മൾ വിറ്റു അല്ലെ, ഗുഡ്സ് ആണ് വിറ്റിരിക്കുന്നത് അല്ലേ. ഗുഡ്സ് വിൽക്കുമ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്, പർച്ചേസിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി ഗുഡ്സ് വിറ്റു, സോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റു എന്നാണ്. ഗുഡ്സ് വിൽക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് നമ്മൾ ഓർത്തിരിക്കണം, അത് സെയിൽസ് എന്ന് പറയുന്ന ഇൻകമാണ്. നമ്മൾ ഗുഡ്സ്, നമ്മുടെ വിൽപ്പന എന്ന് പറയുന്നത് സെയിൽസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. അത് നമ്മളെ സംബന്ധിച്ച് ഇൻകം ആണല്ലേ. അപ്പോൾ സെയിൽസ് കൂടുന്നു, ഗുഡ്സ് വിൽക്കും തോറും സെയിൽസ് കൂടുന്നു. സെയിൽസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇൻകം നമുക്ക് ഇൻക്രീസ് ചെയ്യണം അല്ലേ. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, അത് ഇൻകം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു അല്ലേ. ആദ്യം ഈ സെയിൽസ് നടത്തുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്, 14,000 rupees കടമായിട്ടല്ലെങ്കിൽ നമുക്ക് എന്താണ്, ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരും അല്ലേ. ഇവിടെ കടമായിട്ടാണ് വിൽക്കുന്നതെങ്കിൽ, കടമായിട്ട് ക്രെഡിറ്റ് സെയിലാണ് നടത്തുന്നതെങ്കിൽ അതിൽ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും, ആർക്കാണ് ഈ ക്രെഡിറ്റ് സെയിൽ നടത്തിയെന്നുള്ളത് അല്ലേ. കാരണം ആർക്കാണ് കടമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതി വെക്കണം അല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പേര് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ക്യാഷിനല്ല വിറ്റ്, ക്യാഷിനാണ് വിറ്റ് എന്നുള്ളതെങ്കിൽ ക്യാഷ് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് പേരൊന്നും പറയാത്തതുകൊണ്ട് അത് ക്യാഷിനാണ് വിറ്റ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് 14,000. സെയിൽസ് എന്ന് പറയുന്ന ഇൻകം അല്ലേ, അത് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ സെയിൽസിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് അതിൻ്റെ നറേഷനും കാണിക്കുന്നു അല്ലേ. ഇനി മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കുക, ബോട്ട് ഗുഡ്സ് ഫ്രം മധു ഫോർ ₹20,000. ഇവിടെ ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്, ഞാൻ ആദ്യം പറഞ്ഞു പർച്ചേസ്ഡ് എന്നാണ് അല്ലേ, വാങ്ങിച്ചു എന്നുള്ളതാണ്. ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ BUY, ആ ഒരു വെർബിൻ്റെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു, ഗുഡ്സ് ആണ് വാങ്ങിച്ചത് അല്ലേ. ഇപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുന്ന പോലെ തന്നെയാണല്ലേ. ഇപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാക്കിയിരിക്കുക, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ അല്ലേ. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു, പർച്ചേസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഫ്രം മധു, ഒരാളുടെ പേര് ഇവിടെ നൽകിയിട്ടുണ്ട്. നോക്കുക, ആരിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഫ്രം മധു എന്ന് പറഞ്ഞിരിക്കുകയും ഫോർ ക്യാഷ് എന്ന് പ്രത്യേകം പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫ്രം മധു എന്ന് പറഞ്ഞിട്ട് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മധുവിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, ക്യാഷിനാണ് നമ്മളത് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ. പിന്നെ മധുവിൻ്റെ പേര് ഒരിടത്തും നമ്മൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഫോർ ക്യാഷിന് പ്രത്യേകം പറയാത്തതുകൊണ്ട് തീർച്ചയായിട്ടും മധു എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളിവിടെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഇനി മധു ആരാണ് നമ്മൾ മനസ്സിലാക്കണം.
ഗുഡ്സ് പർച്ചേസ് ചെയ്താണ് അല്ലേ, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, മധുവിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ മധുവിന് നമ്മൾ ക്യാഷ് കൊടുക്കണം. അപ്പോൾ ക്യാഷ് കൊടുക്കാനുള്ള ആളാണ് അല്ലേ. മധു എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്ററാണ്. അതായത് ആർക്കാണോ ക്യാഷ് കൊടുക്കേണ്ടത് അയാളെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റർ ഒരു ലൈബിലിറ്റി ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ക്രെഡിറ്റർ എന്ന് വെച്ചാൽ സൺഡേ ക്രെഡിറ്റർ ഒരു ലൈബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഗുഡ്സ് കടം വാങ്ങിക്കുന്നതോറും ലൈബിലിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലൈബിലിറ്റിയെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഗുഡ്സ് കടമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഈ ഒരു ലൈബിലിറ്റിയെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, അതായത് മധുവിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. പർച്ചേസിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പർച്ചേസ് എക്സ്പെൻസ് ആണ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ അല്ലേ, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു ടു മധു അക്കൗണ്ട് അല്ലേ. മധു എന്ന് പറയുന്ന ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ മധുവിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മധു എന്ന് നമ്മൾ നറേഷനും എഴുതുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ഏതൊരു ട്രാൻസാക്ഷനും കേട്ടോ, ഏതൊരു ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾക്കുള്ള ആൻസർ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. സോൾഡ് ഗുഡ്സ് ടു ശ്യാം ഫോർ ക്യാഷ്. നമ്മൾ ശ്യാമിന് ഗുഡ്സ് വിറ്റു ഫോർ ക്യാഷ്. നോക്കുക, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോൾഡ് ഗുഡ്സ് ടു ശ്യാം എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് സെയിൽ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോൾഡ് ഗുഡ്സ് ടു ശ്യാം ₹8,000 എന്ന് പറയുകയാണെങ്കിൽ, പക്ഷേ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു മറ്റു കാര്യം, ഇവിടെ നമ്മൾ ക്യാഷിനാണ് വിറ്റിരിക്കുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് എന്ന് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശ്യാമിനെ നമ്മൾ ഒരിടത്തും കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ജേണലിൻ്റെ എങ്ങനെ വരും? നമ്മൾ ഗുഡ്സ് വിൽക്കുമ്പോൾ ക്യാഷ് നമുക്ക് കിട്ടുകയാണ് അല്ലേ. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് എന്ത് സംഭവിക്കും? ആ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യും അല്ലേ. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പം അതുകൊണ്ട് നമ്മൾ നോക്കുക, ജേണൽ എൻട്രിയിൽ ഡേറ്റ് എഴുതുക, അതിനുശേഷം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അല്ലേ, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ₹8,000 നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി നമ്മളെ പിന്നെ എന്തിനാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഗുഡ്സ് വിൽക്കുമ്പോഴെല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ, സെയിൽസ് അല്ലേ. സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ഇവിടെ കൂടുന്നു, ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ജേണൽ എൻട്രി പൂർത്തിയാക്കാം. ഇനി നമുക്ക് ഈ ഒരു ക്ലാസ്സിലെ ലാസ്റ്റ് ജേണൽ എൻട്രിയിലേക്ക് കടക്കാം. സോൾഡ് ഗുഡ്സ് ടു അഖിൽ ഫോർ 9,000. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നും സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് പിന്നെ പേര് പറയുന്നു, ദെൻ സോൾഡ് ഗുഡ്സ് ടു അഖിൽ ഫോർ ക്യാഷ് എന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. കാരണം നിങ്ങൾ അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകണം. അത് ഓരോന്നും വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചു പോകാൻ വേണ്ടിയാണ് ഇത്തരത്തിലെ ട്രാൻസാക്ഷൻസിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സോൾഡ് ഗുഡ്സ് ടു അഖിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഗുഡ്സ് വിൽപ്പന നടക്കുമ്പോൾ ഒറ്റ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ഉള്ളൂ, സെയിൽസിന് മാത്രം ക്രെഡിറ്റ് ചെയ്താൽ മതി. സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. ഇനി അഖിലിനാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, അത് കടമായിട്ടാണെങ്കിൽ അഖിലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ക്യാഷിനാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ക്യാഷ് കിട്ടുകയാണ്, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. നമ്മൾ ഗുഡ്സ് കടമായിട്ട് വിൽക്കുമ്പോൾ അത് വാങ്ങിക്കുന്ന ആൾ നമുക്ക് ക്യാഷ് തരാനുള്ള വ്യക്തിയാണ്. നമുക്ക് ക്യാഷ് തരാനുള്ള വ്യക്തിയെ നമ്മൾ ഡെപ്റ്റർ എന്ന് പറയും. ഡെപ്റ്റർ, നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള വ്യക്തിയെ ഡെപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഡെപ്റ്റർ ഒരു അസറ്റ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അസറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഡെപ്റ്ററെ നമ്മൾ ഉറപ്പായിട്ടും ഡെബിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അഖിലിനെ ഡെബിറ്റ് ചെയ്യുന്നത്. അഖിൽ അക്കൗണ്ട് ഡെറ്റർ, അഖിൽ എന്ന് പറഞ്ഞ ഡെപ്റ്റർ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അഖിലിനെ ഡെബിറ്റ് ചെയ്യുന്നു. എമൗണ്ട് എഴുതുക, അതിനുശേഷം നമ്മൾ സെയിൽസിനെ ആസ് യൂഷ്വൽ, സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റവന്യൂ ആണ്, ഒരു ഇൻകമാണ്. ഇൻകം കൂടുന്നത് കൊണ്ട്, ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ആ ഇൻകത്തെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. സോൾഡ് ഗുഡ്സ് ടു അഖിൽ എന്ന് പറഞ്ഞ് നറേഷനും എഴുതുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ജേണൽ എൻട്രീസ് എഴുതുന്നത്. ഇത്രയും ജേണൽ എൻട്രീസ് മാത്രമല്ല, ഒരു 7 ജേണൽ എൻട്രീസ് ഞാനിന്ന് പറഞ്ഞുള്ളൂ. ധാരാളം ജേണൽ എൻട്രീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ബേസാണ്. ഈ ഒരു ബേസ് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കി ഇനി ഏതൊരു ജേണലിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിന് പ്രാക്ടീസ് മാത്രം മതി. കുറേ ട്രാൻസാക്ഷൻസ് നമ്മൾ പരിചയപ്പെടണം. അത് നമ്മൾ എഴുതി പരിശീലിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു അതിനെല്ലാം ബേസായിട്ട് വരുന്നത് ഈ അക്കൗണ്ടിങ് റൂൾസും അതിൻ്റെ കാര്യങ്ങളാണ് അല്ലേ. ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോഴും ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ, ഏതൊക്കെയാണ് അസറ്റ് ഏതൊക്കെയാണ് ലൈബിലിറ്റി, ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ഇനി നിങ്ങൾ ഈ ട്രാൻസാക്ഷൻസ് വെച്ചുകൊണ്ട് ജേണൽ എൻട്രീസ് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തനിയെ പ്രാക്ടീസ് ചെയ്യാൻ പാടാണെങ്കിൽ ജേണൽ എൻട്രീസ് കൂടുതൽ ട്രാൻസാക്ഷൻസ് ധാരാളം നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള 100% ജേണൽ എൻട്രീസും നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതായത് ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് അക്കൗണ്ടൻസി പഠിച്ചെടുക്കാൻ സാധിക്കട്ടെ. എന്തൊരു സംശയത്തിനും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി കൂടെ ഉണ്ടാവുന്ന ഉറപ്പോടുകൂടി. ഓക്കെ, താങ്ക് യു.